ലെജൻഡറി മോട്ടോഴ്സ് എറണാകുളം പട്ടിമറ്റം കടയിരിപ്പ് പുളിഞ്ചോട് ജംഗ്ഷനിലുള്ള ലെജൻഡറി മോട്ടോഴ്സ്. ഈ ഗറാഷ് മിത്സുബിഷി പജോറോ അല്ലെങ്കിൽ മിത്സുബിഷി വാഹനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഗറാഷാണ്. നമ്മൾക്ക് ഇതിന് റെഫറൻസ് കിട്ടിയത് നമ്മുടെ ഫിറോസ് ഭായ്, നാനോ ടെക്നോളജി ഫിറോസ് ഭായുടെ റെഫറൻസ് പ്രകാരമാണ് ടൂൾ വണ്ടി ഇവിടെ വരാനായത്. പുള്ളി പറഞ്ഞത് പ്രകാരം നമ്മുടെ ഇവിടുത്തെ പാർട്ട്ണർ ലിനോ നമ്മളെ വിളിക്കുകയും അവർക്ക് ഹൈഡ്രോളിക്സായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കംപ്ലയിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷെ അതിനേക്കാളും മുമ്പ് ഞാൻ ഈ ഗറാഷിൽ ഒരിക്കൽ മൂവാറ്റുപുഴ വർക്കിന് പോയപ്പോൾ അവിചാരിതമായിട്ട് കയറുകയുണ്ടായി. പക്ഷെ വൈകുന്നേരമാണ് ഞാൻ അതിൽ പാസ് ചെയ്ത് പോയത്. പെട്ടെന്ന് കണ്ടപ്പോൾ കയറിയതെങ്കിൽ ഇവരാ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഗറാഷ്യൻ മേഖലയിൽ ബ്ലൂ ഓഷ്യൻ ബിസിനസ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഒന്ന് ടെമ്പോ ട്രാവലറിൻ്റെ ഗറാഷുകളും, രണ്ട് ഈ പറഞ്ഞ പജോറ സ്പെഷ്യലിസ്റ്റുകളും. കാരണം വെച്ചാൽ ഞാനിങ്ങനെ പറയാൻ കാരണം, ഇതിപ്പോൾ നമുക്ക് പ്രീമിയം വാഹനങ്ങളെന്ന് പറഞ്ഞിട്ട് ഔഡി, ബെൻസ്, BM ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അത് ഒരു റെഡ് ഓഷ്യനിലാണ് ആ ഗറാഷുകളൊക്കെ നിൽക്കുന്നത്. അവരെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ രണ്ട് ഗറാഷുകൾ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ തികച്ചും ബ്ലൂ ഓഷ്യനില്ല. അവർക്ക് അവരുടേതായ തകരാറുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ലെവലിൽ ഒരു സേഫ് സൈഡിൽ നിൽക്കുന്ന രണ്ട് ഗറാഷുകളാണ്. ഇതാണ് ഈ സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പത്തെ പജോറയുടെ ഓതറൈസ് സർവീസ് സെൻ്റർ ഞാൻ മാനോൻ മോട്ടോഴ്സ് ആയിരുന്നു. അവർ നിർത്തിയതിന് ശേഷം അവിടുത്തെ എല്ലാ ഹൈ എൻഡ് ടെക്നീഷ്യൻസും ഇവരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം ഇതിൽ പാർട്ട്നേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല വെൽ എക്സ്പീരിയൻസ് ഹാൻഡിൽ ആണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഗറാഷ് അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ്. അവർ ഓരോന്നിട്ട് ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഏറ്റവും വലിയ പ്രത്യേകത, അങ്ങേയറ്റം എൻതൂസിയാസ്റ്റിക്കുള്ള ആളുകളാണ് ലിനോനെ പോലെ ആളുകൾ. ഇതാണ് ലിനോ. ലിനോയുടെ നേതൃത്വത്തിൽ ഒരു പജോറ ക്ലബ്ബ് തന്നെയുണ്ട്, 600-ലേറെ മെമ്പേഴ്സ് ഉള്ള. അതുകൊണ്ട് അവരുടെ എൻതൂസിയാസം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.